ക്ഷേത്രങ്ങളിൽ എന്താ ഇൻകം ടാക്സിന് കാര്യം? വളരെ വിചിത്രമായ കാര്യമാണ്. ഗുരുവായൂർ ദേവസ്വത്തിൽ ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് നടക്കുന്നു എന്നൊക്കെ കേൾക്കുന്നു. എന്താണ് കാര്യം? അവിടെ റെയ്ഡ് നടന്നു കഴിഞ്ഞ ദിവസം. റെയ്ഡ് നടന്നു എന്ന് മാത്രമല്ല, ക്ഷേത്രങ്ങളിൽ ആദായ നികുതി വകുപ്പിന് എന്താ കാര്യം? അവിടെ ആദായം ഉണ്ടാക്കുന്ന പ്രവൃത്തി നടക്കുന്നില്ലല്ലോ. പക്ഷെ വരുമാനം ഉണ്ടല്ലോ. ഭഗവാനും നികുതി കൊടുക്കണോ ഇനി? അതായത് ഇനി കൊടുക്കുന്നതിൻ്റെ അല്ല, അവരൊരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ഇൻകം ടാക്സ്. കാരണം പ്രത്യേകിച്ച് BJP ഒക്കെ ഭരിക്കുന്ന അമ്പലമാണ്. 2019 ശേഷം അവിടെ ഓഡിറ്റ് നടന്നിട്ടില്ല. അതാണ് അവിടെ ഓഡിറ്റ് ഒരു കാലത്തും മര്യാദയ്ക്ക് നടന്നിട്ടില്ല. ലോക്കൽ ഓഡിറ്റ് വകുപ്പ് വന്നിട്ട് ചെയ്താൽ എന്തെങ്കിലും ആയി എന്നുള്ളതാണ്. അല്ലാതെ പറഞ്ഞു വന്നത് അവരുടെ പത്രക്കുറിപ്പ് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് കയറിയത്. അതൊന്ന് പറയൂ. ആ പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ചാൽ, വരുമാനത്തിൽ TDS പിടിച്ചിട്ടില്ല, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞിട്ടേ സ്രോതസ്സിൽ തന്നെ നികുതി കൊടുക്കുന്ന പരിപാടി. അല്ല, ക്ഷേത്രത്തിന്റെ വരുമാനം പറഞ്ഞ് കാണിക്ക ഇടുന്നതല്ലേ? അപ്പൊ അവിടെ എങ്ങനെ സോഴ്സിൽ എങ്ങനെ പിടിക്കും? അജ്ഞാതരായ ആളുകളല്ലേ കാണിക്ക? അല്ല, അവിടെ സ്വർണം, വെള്ളി, ഇങ്ങനെ പല ഈ കാണിക്കയിടുന്ന പണം മാത്രമല്ലാതെ വേറെ വരുമാനങ്ങൾ ധാരാളം ഉണ്ട്. ഇതൊക്കെ ടാക്സ് ഒക്കെ അടച്ചിട്ട് വരുന്നതാണോ, അല്ലാതെ വരുന്നതാണോ, വേറെ ഏതെങ്കിലും തരത്തിൽ വരുന്നതാണോ? ഈ കണക്കുകളൊന്നുമില്ല. ആ കണക്കില്ലാത്തതിൻ്റെ, അതായത് മറ്റേ പത്രക്കുറിപ്പിൽ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് വേറൊരു കാര്യം പറയാം. വാർഷിക വരവ് ചെലവ് കണക്കില്ല. അത് വേണ്ടേ? അത് കാണൂലല്ലോ, ചെലവായി പോയി. പിന്നെ റിട്ടേൺ ഒന്നുമില്ല. TDSന്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഞങ്ങൾ കൊടുക്കാറില്ല, കാരണം ക്ഷേത്രത്തിന് ആവശ്യമില്ല. അതെ, ചെലവായിൽ പോയതിന് എങ്ങനെ കൊടുക്കും? ഞങ്ങൾക്ക് അത് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഞങ്ങൾ ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻകം ടാക്സിൻ്റെ പ്രസ് റിലീസ് നമ്മൾ വായിക്കുമ്പോൾ ഇറ്റ് ഈസ് ഇൻ കംപ്ലീറ്റ് കെയോസ് എന്നാണ്. കാട്ടിലെ തടി, തേവരുടെ ആന, ഒരു കണക്കും അതിൻ്റെ അകത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇവർ പലതവണ കണക്കൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് നോട്ടീസൊക്കെ അയച്ചു. നോട്ടീസിന് എന്തെങ്കിലും ഒരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ശാന്തരായി പോയേനെ, ഗുരുവായൂരൊക്കെ അല്ലേ. പക്ഷെ ഒരു നോട്ടീസിനും മറുപടി കൊടുത്തില്ല. നമ്മൾ ഈ ഐസക്കൊക്കെ ഹാജരാവില്ല എന്നൊക്കെ പറയില്ലേ, എന്ന് പറയുന്ന പോലെ ഒരു മറുപടിയും കൊടുക്കില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. മറുപടി എങ്ങനെ കൊടുക്കും സുനിലേ? കാരണം കണക്ക് ഇല്ലല്ലോ, ഒരു രജിസ്റ്ററും ഇല്ല, ഒരു സ്ഥലത്തും ഒന്നും സൂക്ഷിച്ചിട്ടുമില്ല. ആകെ നമുക്ക് ചെയ്യാവുന്നത് അതാണ്. അവിടെ ഹരിദാസ് എന്ന് പറഞ്ഞ പ്രോപ്പർ ചാനലിൻ്റെ ആള്, ഹരിദാസ് ഒരു RTI അപേക്ഷ കൊടുത്തിരുന്നു കഴിഞ്ഞ കൊല്ലോ അതിന് മുമ്പത്തെ കൊല്ലോ. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കണക്ക് 1737 കോടി രൂപ ബാങ്ക് നിക്ഷേപമുണ്ട്. 1737 കോടി സംതിങ്, ഇത്തിരിയും കൂടിയുണ്ട്. 271 ഏക്കർ ഭൂമിയുണ്ട്. സ്വർണം, വെള്ളി, രത്നങ്ങൾ അത് എത്രയുണ്ടെന്നുള്ള വിവരം RTIയിൽ കൊടുത്തില്ല. അത് ശരി. എന്തായാലും മറുപടി കൊടുത്തത് അത് കൊടുത്ത അപേക്ഷ അതും ചോദിച്ചിരുന്നു. തിരുപ്പതിയിൽ അത് കൊടുക്കാറുണ്ട്. തിരുപ്പതിയിൽ നമ്മൾ RTI ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ വളരെ സംശയാസ്പദമാണ് RTIയിൽ അത് കൊടുത്തിട്ടില്ല എന്നുള്ളത്. സ്വർണം, വെള്ളി, രത്നങ്ങൾ ആ വിവരം ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല. വളരെ സംശയാസ്പദമാണ്. ഇത് 2022 അദ്ദേഹം ചോദിച്ചിരുന്നത്. അപ്പോൾ ഈ സ്വർണം, വെള്ളി, രത്നങ്ങൾ വിവരം കിട്ടാത്തപ്പോൾ ഡോക്ടർ PS മഹേന്ദ്രകുമാർ, എനിക്കറിയാം, ഡോക്ടറേറ്റ് ഒക്കെ നേടിയ ആളാണ് ജ്യോതിഷത്തിൽ. അതെ, അദ്ദേഹമാണ് മറ്റേ ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഫണ്ട് ഈ കരുവന്നൂർ വിവാദം ഉണ്ടായപ്പോൾ ഏതെങ്കിലും സഹകരണ ബാങ്കിൽ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആദ്യം ഇല്ലാന്ന് പറഞ്ഞു, പിന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അതെ, ഹൈക്കോടതി കേസെത്തിയപ്പോൾ. അതെ, അപ്പോൾ ഹൈക്കോടതി അതിന്റെ റിവ്യൂ ഒക്കെ നടന്നു വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഈ വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും കാര്യത്തിലൊക്കെ ബലമായ വേറൊരു സംശയം വരുന്നത്, ഈ കാണിക്ക കിട്ടുന്ന വെള്ളി അത് ഹൈദരാബാദിലും മിന്റിലേക്ക് അയക്കും. ഹൈദരാബാദിലെ മിന്റിലേക്ക് അയച്ചിട്ട് അത് വെള്ളി കട്ടി പറഞ്ഞാൽ നമ്മുടെ സർക്കാരിന്റെ നാണയം ഉണ്ടാക്കുന്ന സ്ഥലം, ഫാക്ടറി, അവിടെ വെള്ളി കട്ടിയാക്കും.
ആ വെള്ളിക്കട്ടി കേന്ദ്രത്തിൻ്റെ മിൻറ്റിൽ കൊടുത്തിട്ട് ആ വെള്ളിക്കട്ടിക്ക് തത്തുല്യമായ സ്വർണ്ണക്കട്ടി ബിസ്ക്കറ്റ് അത് മേടിച്ചിട്ട് മുംബൈയിലെ SBI ശാഖ അവിടെ നിക്ഷേപിക്കും. 9 കോടി മറ്റോ പലിശ 6 കോടി ഒരു വർഷം ഒരു തവണ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്തവണ ഈ വെള്ളി ഉണ്ടല്ലോ അവിടുത്തെ ഇങ്ങനെ എന്തോ ചെയ്യാനായിട്ട് ഉദ്ദേശമൊക്കെ ഇങ്ങനെ ഫൈനലൈസ് ചെയ്ത് വരുമ്പോഴാണ് ഈ റെയ്ഡ് നടന്നിരിക്കുന്നത്. അപ്പൊ എന്തോ ഒരു വിവരം അതിനെ സംബന്ധിച്ചിട്ടുണ്ടാവും എന്ന് വേണം കരുതാൻ. ഈ വെള്ളി സ്വർണം കണക്ക് കൊടുക്കുന്നില്ലല്ലോ. അതെ അതെ, അത് ഭയങ്കരമായിട്ട് വരുമല്ലോ. കാരണം മുമ്പ് അത് ഈ 70 കിലോ സ്വർണം തുലാഭാരം നടത്തിയില്ലായിരുന്നോ മറ്റേ ശോഭ ഡെവലപ്പേഴ്സിന്റെ മേനോൻ? 6 PNC മേനോൻ 6.8 കോടി. അങ്ങനെയൊക്കെ സ്വർണം അവിടെ വന്ന് കിടപ്പില്ലേ? ഏക സ്വർണ്ണ തുലാഭാരം അതായിരുന്നുവെങ്കിലും. അപ്പോൾ മാർച്ച് 4-നാണ് ഈ നോട്ടീസ് അവസാനം മറ്റോ കൊടുത്തത്. അല്ല, മാർച്ച് 4-നാണ് റെയ്ഡ്. ഈ നോട്ടീസുകൾ മുഴുവൻ അവഗണിച്ചതിന് തുടർന്ന് 2018-19 ശേഷം ഓഡിറ്റ് നടന്നിട്ടില്ല. വാർഷിക വരവ് കണക്കില്ല. പിന്നെ IT ആക്ട് 1961 അത് ലംഘിച്ചു ദേവസ്വം. എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കണമല്ലോ, അത് ലംഘിച്ചിട്ടുണ്ട്. ഇത് IT നോക്കുമ്പോൾ, റെയ്ഡ് നടത്തിയിട്ട് നോക്കുമ്പോൾ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു രക്ഷയുമില്ലാത്ത വിധത്തിലാണ് സംഗതികളുടെ കിടപ്പ്. കേരളത്തിലെ ക്ഷേത്ര ഭരണങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് സർക്കാരാണ്, CPM ആണ്. CPM-ന്റെ തന്ത്രമായിരുന്നല്ലോ. അപ്പോൾ 1975 വരെ വളരെ നല്ല നിലയിൽ നടന്നിരുന്ന ക്ഷേത്രമായിരുന്നു ഗുരുവായൂർ. ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായ കരുണാകരനാണ് ഈ കൊലച്ചതി ചെയ്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ ഏറ്റെടുത്തത്. എന്നിട്ട് ഈ 2023 ഒക്ടോബറിൽ ഈ ഫണ്ട് സഹകരണ ബാങ്കിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ വന്നു. എന്നിട്ട് ഈ ദേവസ്വം ഭൂമി സർവേ ചെയ്തിട്ടില്ല ശരിക്ക്. എവിടെയൊക്കെ എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള കണക്കില്ല. ഒരു മൊത്തം കണക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു 2-3 ആഴ്ച മുമ്പ്. ഗുരുവായൂർ ദേവസ്വത്തിന്റെ അധീനമുള്ള ഒരു ഭൂമിയിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, പൊന്നാനിയിൽ. ക്ഷേത്രം കാണാനില്ല, അവിടെ ഇപ്പോൾ ഒരു പള്ളിയാണെന്ന്. അതിപ്പോ പള്ളിയാണ്. കാരണം അതൊരു മുസ്ലിം സ്ത്രീയുടെ പേരിലേക്ക് കരടച്ച് മാറ്റി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉരാൺമയുള്ള ഭൂമിയാണ്. അതെ, തളി ദേവസ്വം, ഉപദേവസ്വം ശിവക്ഷേത്രമായിരുന്നു അത്. അവിടെ ഇപ്പൊ വലിയ കൂറ്റൻ കെട്ടിടമാണ്. അത് വലിയ മോസ്കായി. അത് ആ കൃഷ്ണരാജ് വക്കീൽ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം ക്ലയന്റ് വേറെയാണ്. കരുണാകരന്റെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ. കരുണാകരനാണ് ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റിയെ ഏറ്റെടുത്ത് ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ഉണ്ടാക്കി സർക്കാരിന്റെ ആക്കിയത്. ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഫീഫ്ഡം ആയിട്ട് അദ്ദേഹം മാറ്റി, തറവാട്ട് പരിപാടി പോലെ. ഇനി ഞാൻ മുമ്പും പത്രങ്ങളിൽ പല വാർത്തകളും ചെയ്തിട്ടുണ്ട്. ഈ ഗുരുവായൂരിൻ്റെ ചെന്നിത്തല മന്ത്രിയായിരുന്നില്ലേ ആ കാലത്ത്? ചെന്നിത്തലയ്ക്ക് അവിടെ ഒരു ആളുണ്ട്, ഒരു മിനിസ്റ്റീരിയൽ ജീവനക്കാരനെ അവിടുത്തെ ഏറ്റവും വലിയ ദേവസ്വം ഓഫീസറുടെ ഒക്കെ മുകളിൽ കളിക്കുന്ന ഒരാളുണ്ടായിരുന്നു അവിടെ ചെന്നിത്തലയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്ഥലമാണ് ഗുരുവായൂർ. ഏത് കരുണാകരൻ കഴിഞ്ഞാൽ. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ 25 കോടി രൂപ ദേവസ്വം വായ്പ കൊടുത്തിരുന്നു സർക്കാരിന്. അത് ഇനിയും തിരിച്ചു കൊടുത്തിട്ടില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ദുരിതാശ്വാസത്തിലേക്ക് നിധിയിലേക്ക് 10 കോടി രൂപ അത് തിരിച്ചു കൊടുക്കണമെന്ന് കോടതി പറഞ്ഞു. തിരിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് ക്രമക്കേടുകൾ നടക്കുന്നത്. അപ്പോൾ സാർ ഒരു സംശയം, ഈ കാലാകാലങ്ങളിൽ ദേവസ്വം ബോർഡിൽ ഇങ്ങനെ രാഷ്ട്രീയക്കാർ കയറി ഇറങ്ങി അത് കട്ട് മുടിച്ച് കണക്കും ഇല്ല, ഒരു തൊപ്പിയും ഇല്ലാതെ അവസാനം IT ഇൻകം ടാക്സ് വരെ വരുന്ന അവസ്ഥയിലെത്തി. ഇൻകം ടാക്സ് എത്രമാത്രം വിഷമിച്ചിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, കാരണം സെൻസിറ്റീവ് ആണല്ലോ. അതെ, മാത്രമല്ല ഞാൻ ചോദിക്കാൻ വന്നത്, എൻ്റെ ചോദ്യം പൂർത്തിയായില്ല. സാക്ഷാൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ടാവുമോ? അന്വേഷിക്കണം. കാരണം ആഭരണം അങ്ങനത്തെ കാര്യങ്ങളുടെ കാര്യത്തിൽ ഈ RTI വിവരം കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ അല്ല, ഭഗവാൻ ആവരണം ഇല്ല, ഒരു പട്ട് കോണവും കിട്ടിയാലും ഭഗവാന് തൃപ്തിയാവും. ഭഗവാന് തൃപ്തിയാണല്ലോ.
ഭഗവാന് മോഷ്ടിക്കുന്നവർക്ക് ആർത്തിയാണല്ലോ, തൃപ്തിയില്ലല്ലോ. സെൽഫ് കണ്ടന്റ്മെന്റ്, ആത്മസംതൃപ്തി എന്ന് പറഞ്ഞാൽ ഏതായാലും IT വന്ന് പരിശോധന നടത്തി. ജി സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ 450 കോടി രൂപ സഹകരണ ബാങ്കിൽ ഇട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്, കരുവന്നൂർ ഉൾപ്പെടെ. അതെ, അത് വലിയ. അപ്പോൾ കുറെ പണം പോയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ഗുരുവായൂരപ്പൻ്റെ കാശ് പോയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. കാരണം അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അവർ പറയുന്നില്ലല്ലോ. അല്ല, ഇതൊന്നും കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മനസ്സിലാവുന്നില്ല. അവരാണല്ലോ ക്ഷേത്രവിശ്വാസികൾ. അവർ ഭഗവാന് കൊടുക്കുന്ന പണം കേരളത്തിലെ 2 മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയക്കാർ കട്ട് തിന്ന് മുടിപ്പിച്ച് കുട്ടിച്ചോറാക്കി വെച്ചിരിക്കുക. എന്നിട്ടും ഒരു നാണവും ലജ്ജയുമില്ലാതെ ഈ കൂട്ടരെ വീണ്ടും വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആളുകളെക്കുറിച്ച് എന്ത് പറയാനാണ്? ശരിക്കും അങ്ങനെ ഈ ക്ഷേത്രങ്ങളെ, ദേവസ്വങ്ങളെ മുടിപ്പിക്കുന്നവർക്ക്, വോട്ട് ചെയ്യുന്നവർക്ക് ഈശ്വരശാപം കിട്ടില്ലേ? ശബരിമലയുടെ തന്നെ പണം എടുത്തിട്ട് എത്ര വേസ്റ്റ് ചെയ്യുന്നു അവിടെ കിട്ടുന്ന പണം. ഏതായാലും ഇപ്പോൾ ഇൻകം ടാക്സ് ഇപ്പോൾ വന്നു, അതുകൊണ്ട് നമ്മൾ ഗുരുവായൂരക്കാരി അറിഞ്ഞു. അപ്പോൾ കേരളത്തിലെ പല ക്ഷേത്രങ്ങളും, ഇപ്പോൾ കൂടൽമാണിക്യമുണ്ട്, ശബരിമലയുണ്ട്, അങ്ങനെ വലിയ ക്ഷേത്രങ്ങൾ. അന്ന് മിനി കൂപ്പർ ലേലം ചെയ്തപ്പോൾ തന്നെ എന്ത് വൃത്തികേടായിട്ട് മിനി കൂപ്പർ അല്ല. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കണക്കുകൾ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം കൂടി കിട്ടുകയാണ്. അവകാശമുണ്ട്. അല്ല, ഇൻകം ടാക്സ് വരുന്നതുകൂടി. അപ്പോൾ ഒരു പക്ഷേ കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളിലും IT വകുപ്പിൻ്റെ പരിശോധന നടക്കട്ടെ. അവിടെ നടക്കുന്ന കൊള്ളരുതായ്മകൾ പുറത്തു വരട്ടെ. അപ്പോൾ പറയുമായിരിക്കും IT ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയാണ്, BJP-ക്കാർ നടത്തിയ റെയ്ഡാണെന്ന് ഈ കൂട്ടർ വിളിച്ചു പറയും. CPM ഭരിക്കുന്നത് കൊണ്ട് BJP-യുടെ സംഘമാണെന്ന് പറയും. ഇവരെയൊക്കെ കവളം മടൽ വെട്ടി അടിക്കാൻ കേരളത്തിലെ വിശ്വാസികൾ തയ്യാറാവുന്ന ഒരു കാലം അധിക ദൂരത്തല്ല. ഈ തിരുപ്പതി അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് നോക്കി അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. ഗുരുവായൂര് മര്യാദക്ക് പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്താൽ കക്കാൻ പറ്റുമോ? ഞങ്ങൾ ഭഗവാനോട് ഇഷ്ടമുള്ളവരൊന്നുമല്ല. ഞങ്ങൾ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ എന്നിട്ട് അമ്പലത്തിൽ കയറിയിരിക്കുന്ന കട്ടുമുടിക്കാനാണ് സാർ. കരുവന്നൂർ ബാങ്ക് എങ്ങനെയാണോ കൈകാര്യം ചെയ്തിരിക്കുന്നത് അങ്ങനെ ആയിരിക്കണം ഗുരുവായൂർ മാനേജിംഗ് കമ്മിറ്റിയും. ഗുരുവായൂർ മാത്രമല്ല, കേരളത്തിലെ സകല ദേവസ്വം ബോർഡുകളും, എല്ലാ ദേവസ്വം ബോർഡുകളുടെ പൊതുചിത്രം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ കട്ടുമുടിക്കാൻ ഭഗവാനെ ശരണം പ്രാപിക്കുന്ന മഹാഭാവികൾക്ക് നമ്മൾ ഒരു സ്ഥലം ഭഗവാൻ കരുതി വെച്ചിട്ടുണ്ട്. അതെ, നമ്മൾ ഒരു സ്ഥലം മോസ്കായത് കണ്ടിട്ടുള്ളൂ, അറിവുള്ളൂ. അതുകൊണ്ടാണ് ഈ മൊത്തം ഭൂമി സർവേ ചെയ്യണം എന്നുള്ള ആവശ്യമുള്ളത്. അത് എത്രയും വേഗം ചെയ്യണം. കുഴൽനാടിന്റെ ഭൂമി സർവേ ചെയ്യാൻ വെറുതെ ബദിരകർണങ്ങളിൽ ഈ വിലാപം ചെന്ന് വീഴും. എങ്കിലും നമുക്ക് വിലപിച്ചുകൊണ്ടിരിക്കാം. ഭഗവാനെ രക്ഷിക്കണേ. ഭഗവാനെ നീ രക്ഷിക്കേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.